ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം യെശയ്യാ പ്രവചനം 58 മുതൽ 60 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ശീമോൻ. അപ്പോസ്തല സംഘത്തിലെ പ്രധാനിയും സഭാചരിത്രത്തിലെ പ്രഥമ സ്ഥാനീയനുമാണ് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ്. യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ എപ്പോഴും മുൻപന്തിയിൽ നിന്നിരുന്നവനും ഗുരുവിൻ്റെ ഉപദേശത്തിനും പ്രവർത്തനത്തിനും ആദ്യ അവസാനം ദൃക്സാക്ഷിയുമായിരുന്നു കേഫ എന്ന മറുപേരുള്ള ശീമോൻ പത്രോസ്. എബ്രായ പേരുകളാണ് ശിമയോനും കേഫായും. കേഫ എന്നതിന് പാറ എന്നാണ് അർത്ഥം. ഗലീല കടലിന് സമീപമുള്ള ബെത്സയിദ എന്ന പട്ടണമായിരുന്നു പത്രോസിൻ്റെ ജന്മസ്ഥലം. പത്രോസിൻ്റെ പിതാവിൻ്റെ പേര് യോന എന്ന് കാണുന്നു. പത്രോസിൻ്റെ തൊഴിൽ മീൻപിടുത്തവും ആയിരുന്നു. പത്രോസ് എന്നുള്ള പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും ഉണ്ടായിരുന്നതായി കാണപ്പെടുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ യേശു കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസിനെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് പത്രോസിൻ്റെ ജീവിതവും സാക്ഷ്യവും. ശിഷ്യരിൽ മുമ്പനും എപ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 ശിഷ്യന്മാരിൽ ഒരുവനുമായിരുന്നു പത്രോസ്. എന്നാൽ പരിതാപകരമായ അസ്ഥിരതയുടെയും വലിയ ശക്തിയുടെയും ഭീരുത്വത്തിൻ്റെയും ധീരതയുടെയും അസാധാരണത്വം നിറഞ്ഞ വ്യക്തിയായിരുന്നു പത്രോസ്. മറ്റൊരു ശിഷ്യനും പത്രോസിനെ പോലെ കർത്താവിൻ്റെ ശാസന ഏറ്റിട്ടില്ല. മറ്റൊരു ശിഷ്യനും തൻ്റെ ഗുരുവിനെ പത്രോസിനെ പോലെ ശാസിച്ചിട്ടും ഇല്ല. പത്രോസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നു. ശിഷ്യ സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. മഹത്തായ വിശ്വാസ പ്രഖ്യാപനം നടത്തി. മറുരൂപ മലയിലെ മഹിമ കാണുവാൻ പത്രോസിന് സാധിച്ചു. യേശു കർത്താവിനെ തള്ളിപ്പറയുകയും തുടർന്ന് യഥാസ്ഥാനപ്പെടുകയും ചെയ്ത വ്യക്തി പത്രോസ്. ഇത്തരത്തിലൊക്കെ ആയിരുന്നുവെങ്കിലും ഏതായാലും പത്രോസിൻ്റെ കൊടുങ്കാറ്റ് പോലുള്ള സ്വഭാവം ക്രിസ്തുവിൻ്റെ ഉപദേശത്താലും മാതൃകയാലും പരിശീലനത്താലും നിയന്ത്രണ വിധേയമാവുകയും പെന്തക്കോസ്ത് നാളിനു ശേഷം ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുന്ന വ്യക്തിത്വമായി തീരുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് പത്രോസിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. അങ്ങനെ തൻ്റെ സാക്ഷ്യ ജീവിതത്തിലൂടെ പത്രോസിന് യേശു കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാനായിട്ട് സാധിച്ചു. രണ്ടാമതായിട്ട് പത്രോസിൻ്റെ രക്തസാക്ഷിത്വം. AD 64 റോമ നഗരത്തിൽ വലിയ അഗ്നിബാധയുണ്ടായി. ആ തീ 9 ദിവസം ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. ആ അഗ്നിബാധയുടെ ഉത്തരവാദിത്വം നീറോ ചക്രവർത്തി അന്നത്തെ ക്രിസ്ത്യാനികളിൽ ആരോപിച്ചു. തുടർന്ന് പത്രോസ് റോമിൽ തടവിലാക്കപ്പെടുന്നു. അങ്ങനെ AD 67 ജൂൺ മാസം 29-ാം തീയതി പത്രോസിനെ റോമൻ ഭരണാധികാരികൾ ക്രൂശിൽ തറയ്ക്കുന്നു. എന്നാൽ തന്നെ ക്രൂശിക്കുവാൻ ഒരുങ്ങുമ്പോൾ തല കീഴായി ക്രൂശിക്കുവാൻ പത്രോസ് ആവശ്യപ്പെട്ടു. കാരണം ക്രിസ്തുനാഥനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കപ്പെടുവാൻ തനിക്ക് യോഗ്യതയില്ലെന്നും അതിനാൽ തല കീഴായി ക്രൂശിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ പാദം ചുംബിക്കുവാൻ തനിക്ക് കഴിയുമെന്നും പത്രോസ് കരുതുന്നു. അങ്ങനെ പത്രോസ് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. തല കീഴായി നിർത്തിയിരിക്കുന്ന ക്രൂശും അതിൽ സ്ഥാപിച്ചിരിക്കുന്ന താക്കോലുമാണ് പത്രോസിൻ്റെ അപ്പോസ്തല ചിഹ്നം. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ലഭിച്ച വലിയ മുക്കുവൻ, സഭയുടെ അടിസ്ഥാനവും തൂണുമായ അപ്പോസ്തലൻ, അസാധാരണ നേതൃത്വ ഗുണത്തിനും സമർപ്പിത ജീവിതത്തിനും ഉടമയായ വലിയ ഇടയൻ, ആധുനിക സഭയ്ക്കും ക്രിസ്തീയ ജീവിതത്തിനും സ്വർഗീയമായ പ്രചോദനവും മാതൃകയുമായി ഇന്നും നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഈ ധീരമായ നേതൃത്വത്തിന് മുന്നിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഒരു ക്രിസ്തു ശിഷ്യൻ എപ്രകാരമായിരിക്കണം എന്ന് പത്രോസ് തൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുവല്ലോ. അത്തരത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും പുനഃക്രമീകരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.